ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2026 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലെ ആദ്യത്തെ വീഡിയോയാണിത്. ഒരു വീഡിയോ കൂടിയാകുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ പൂർണ്ണമാവുകയാണ്. റൂത്ത്, 1 സാമുവൽ, സഭാപ്രസംഗകൻ പുസ്തകങ്ങളും മുഴുവൻ വീഡിയോകളും ചെയ്തു കഴിഞ്ഞു. ഇനി ഗലാത്യ മാത്രമാണ് വീഡിയോ ചെയ്യാനുള്ളത്. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ചോദ്യോത്തരങ്ങൾ അതുപോലെ ഒരു പഠന സഹായിയാക്കിയിട്ടുണ്ട്. 4500ഓളം ചോദ്യങ്ങളുള്ള 336 പേജുകളുള്ള പഠന സഹായിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. 250 രൂപയാണ് പഠന സഹായിയുടെ വില. കേരളത്തിൽ എവിടെയും 50 രൂപയാണ് പോസ്റ്റൽ ചാർജ്. 300 രൂപ സ്ക്രീനിൽ കാണുന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് അയച്ചതിനു ശേഷം അതിന്റെ സ്ക്രീൻഷോട്ടും പുസ്തകം അയച്ചു തരേണ്ട അഡ്രസ്സും കൂടി അതേ വാട്സപ്പ് നമ്പറിലേക്ക് തന്നെ അയച്ചു തന്നാൽ 3-4 ദിവസത്തിനുള്ളിൽ പുസ്തകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതായിരിക്കും. 5 പുസ്തകം ഒന്നിച്ചു വാങ്ങുന്നവർക്ക് പോസ്റ്റൽ ചാർജ് ഇല്ല. 10 പുസ്തകം ഒന്നിച്ചു വാങ്ങിയാൽ 225 രൂപ പുസ്തകത്തിന് നൽകിയാൽ മതി. ഇതിനു സമാന്തരമായി തന്നെ മോക്ക് ടെസ്റ്റുകളും നടത്തുന്നുണ്ട്. ഒരു മോഡൽ മോക്ക് ടെസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്, കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എഴുതി നോക്കാം. പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം മനസ്സിലായിട്ടുണ്ട്, നമുക്ക് പരീക്ഷ എങ്ങനെ എഴുതാൻ കഴിയും എന്നൊക്കെ അറിയുന്നത് നമ്മുടെ ഈ മോക്ക് ടെസ്റ്റുകൾ എഴുതുന്നതിലൂടെയാണ്. ഇനിയും രജിസ്റ്റർ ചെയ്യാൻ അവസരമുണ്ട്. ആകെ 140 മോക്ക് ടെസ്റ്റുകളാണ് നടത്തുന്നത്. ഒന്നാമത്തെ ചോദ്യം, യോഹന്നാൻ അധ്യായം 12-ൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? 50. 2, യോഹന്നാൻ അധ്യായം 12-ലെ ആദ്യത്തെ തലക്കെട്ട് തൈലാഭിഷേകം. 3, മരിച്ചവരിൽ നിന്ന് താൻ, അതായത് യേശു ഉയർപ്പിച്ച വ്യക്തി ആര്? ലാസർ. 4, മരിച്ചവരിൽ നിന്ന് യേശു ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്നത് എവിടെ? ബഥാനിയായിൽ. 5, മരിച്ചവരിൽ നിന്ന് താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബഥാനിയായിലേക്ക് പെസഹായ്ക്ക് എത്ര ദിവസം മുമ്പ് യേശു വന്നു? 6 ദിവസം. 6, മരിച്ചവരിൽ നിന്ന് താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബഥാനിയായിലേക്ക് എന്തിന് 6 ദിവസം മുമ്പാണ് യേശു വന്നത്? പെസഹായ്ക്ക്. 7, ലാസറിന്റെ വീട്ടിലെത്തിയ യേശുവിന് അവർ എന്ത് ഒരുക്കി? അത്താഴം. 8, ലാസറിന്റെ വീട്ടിലെത്തിയ യേശുവിനെ ആരാണ് പരിചരിച്ചത്? മർത്ത. 9, ലാസറിന്റെ വീട്ടിൽ യേശുവിനോട് കൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ആരും ഉണ്ടായിരുന്നു? ലാസറും. 10, ആരാണ് വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദീൻ സുഗന്ധ തൈലമെടുത്ത് യേശുവിന്റെ പാദങ്ങളിൽ പൂശിയത്? മറിയം. 11, യേശു ലാസറിന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരുന്നപ്പോൾ മറിയം എന്താണ് ചെയ്തത്? വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദീൻ സുഗന്ധ തൈലമെടുത്ത് യേശുവിന്റെ പാദങ്ങളിൽ പൂശുകയും തന്റെ തലമുടി കൊണ്ട് അവന്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. 12, മറിയം യേശുവിന്റെ പാദങ്ങളിൽ പൂശിയ സുഗന്ധ തൈലം എന്തായിരുന്നു? വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദീൻ സുഗന്ധ തൈലം. 13, മറിയം യേശുവിന്റെ പാദങ്ങൾ തുടച്ചത് എങ്ങനെ? തന്റെ തലമുടി കൊണ്ട്. 14, എന്തുകൊണ്ടാണ് വീടു നിറഞ്ഞത്? തൈലത്തിന്റെ പരിമളം കൊണ്ട്. 15, യേശുവിന്റെ ശിഷ്യന്മാരിലൊരുവനും അവനെ ഒറ്റുകൊടുക്കാനിരുന്നവനുമായ വ്യക്തി? യൂദാസ് സ്കറിയോത്ത. 16, യേശുവിന്റെ ശിഷ്യന്മാരിലൊരുവനും അവനെ ഒറ്റുകൊടുക്കാനിരുന്നവനുമായ യൂദാസ് സ്കറിയോത്ത മറിയത്തിന്റെ പ്രവൃത്തി കണ്ട് എന്താണ് പറഞ്ഞത്? എന്തുകൊണ്ട് ഈ തൈലം 300 ദനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല? 17, എന്തുകൊണ്ട് ഈ തൈലം 300 ദനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞതാര്? യൂദാസ് സ്കറിയോത്ത. 18, ഈ തൈലം എത്ര ദനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല എന്നാണ് യൂദാസ് സ്കറിയോത്ത പറഞ്ഞത്? 300 ദനാറയ്ക്ക്. 19, ഒരു ദനാറ എത്ര ഗ്രാം? 5.7 ഗ്രാം. ദനാറയുടെ അളവ് പറഞ്ഞിരിക്കുന്നത് ബൈബിളിന്റെ പുറകുവശത്താണ്. ഏറ്റവും അവസാനത്തെ പേജുകളിൽ കുറെ അളവ് തൂക്കങ്ങൾ കൊടുത്തിട്ടുണ്ട്, അക്കൂട്ടത്തിലാണ്. 20,
എന്തുകൊണ്ട് ഈ തൈലം 300 ദനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല എന്ന് യൂദാസ് സ്കറിയോത്ത പറഞ്ഞത് എന്തുകൊണ്ടല്ല? അവന് ദരിദ്രരോട് പരിഗണനയുണ്ടായിരുന്നത് കൊണ്ടല്ല. 21, എന്തുകൊണ്ട് ഈ തൈലം 300 ദനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല എന്ന് യൂദാസ് സ്കറിയോത്ത പറഞ്ഞത് എന്തുകൊണ്ട്? അവൻ ഒരു കള്ളനായിരുന്നതുകൊണ്ടും പണസഞ്ചി അവന്റെ കയ്യിലായിരുന്നതുകൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നത് കൊണ്ടുമാണ്. 22, പണസഞ്ചി ആരുടെ കയ്യിലായിരുന്നു? യൂദാസ് സ്കറിയോത്തായുടെ കയ്യിൽ. 23, മറിയത്തിന്റെ പ്രവൃത്തി കണ്ട് യേശു എന്താണ് പറഞ്ഞത്? അവളെ തടയേണ്ട. 24, അവളെ തടയേണ്ട എന്ന് പറഞ്ഞതിനെ തുടർന്ന് എന്താണ് യേശു പറഞ്ഞത്? എന്റെ ശവസംസ്കാര ദിനത്തിനായി ഇത് ചെയ്തുവെന്ന് അവൾ കരുതിക്കൊള്ളട്ടെ. 25, അവൾ എന്ത് കരുതിക്കൊള്ളട്ടെ എന്നാണ് മറിയത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ച് യേശു പറഞ്ഞത്? എന്റെ ശവസംസ്കാര ദിനത്തിനായി ഇത് ചെയ്തുവെന്ന് അവൾ കരുതിക്കൊള്ളട്ടെ. 26, ആര് എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട് എന്നാണ് യേശു പറഞ്ഞത്? ദരിദ്രർ. 27, ആര് എപ്പോഴും നിങ്ങളോടൊത്തുണ്ടായിരിക്കുകയില്ല? ഞാൻ, അതായത് യേശു. 28, യേശു ലാസറിന്റെ വീട്ടിലുണ്ടെന്നറിഞ്ഞ് ആരാണ് അവിടേക്ക് വന്നത്? വലിയ ഒരു ഗണം യഹൂദർ. 29, വലിയ ഒരു ഗണം യഹൂദർ എവിടേക്കാണ് വന്നത്? ലാസറിന്റെ വീട്ടിൽ. 30, വലിയ ഒരു ഗണം യഹൂദർ ലാസറിന്റെ വീട്ടിൽ വന്നത് എന്തറിഞ്ഞിട്ടാണ്? യേശു അവിടെ ഉണ്ടെന്ന്. 31, യേശു അവിടെ ഉണ്ടെന്ന്, അതായത് ലാസറിന്റെ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞ് വലിയ ഒരു ഗണം യഹൂദർ ലാസറിന്റെ വീട്ടിൽ വന്നത് യേശുവിനെ ഉദ്ദേശിച്ചു മാത്രമല്ല, പിന്നെ എന്തിന്? യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറിനെ കാണാൻ കൂടി. 32, ആരെ കൂടി കൊല്ലാനാണ് പുരോഹിത പ്രമുഖന്മാർ ആലോചിച്ചത്? ലാസറിനെ കൂടി. 33, ലാസറിനെ കൂടി കൊല്ലാൻ ആലോചിച്ചതാര്? പുരോഹിത പ്രമുഖന്മാർ. 34, പുരോഹിത പ്രമുഖന്മാർ ലാസറിനെ കൂടി കൊല്ലാൻ ആലോചിച്ചത് എന്തുകൊണ്ട്? അവൻ നിമിത്തം യഹൂദരിൽ വളരെ പേർ അവരെ വിട്ട് യേശുവിൽ വിശ്വസിച്ചിരുന്നു. 35, ആരു നിമിത്തമാണ് യഹൂദരിൽ വളരെ പേർ യേശുവിൽ വിശ്വസിച്ചത്? ലാസർ. 36, യോഹന്നാൻ അധ്യായം 12 രണ്ടാമത്തെ തലക്കെട്ട്, രാജകീയ പ്രവേശനം. 37, യേശു ജെറുസലേമിലേക്ക് വന്നെന്നു കേട്ടത് ആര്? അടുത്ത ദിവസം തിരുനാളിന് വന്നുകൂടിയ ഒരു വലിയ ജനക്കൂട്ടം. 38, അടുത്ത ദിവസം തിരുനാളിന് വന്നുകൂടിയ ഒരു വലിയ ജനക്കൂട്ടം എന്താണ് കേട്ടത്? യേശു ജെറുസലേമിലേക്ക് വന്നുവെന്ന്. 39, അടുത്ത ദിവസം തിരുനാളിന് വന്നുകൂടിയ ഒരു വലിയ ജനക്കൂട്ടം യേശു ജെറുസലേമിലേക്ക് വന്നു എന്നു കേട്ട് എന്താണ് ചെയ്തത്? ഈന്തപ്പനയുടെ കൈകൾ എടുത്തുകൊണ്ട് അവനെ എതിരേൽക്കാൻ പുറപ്പെട്ടു. 40, ഈന്തപ്പനയുടെ കൈകൾ എടുത്തുകൊണ്ട് യേശുവിനെ എതിരേൽക്കാൻ പുറപ്പെട്ടതാര്? തിരുനാളിന് വന്നുകൂടിയ ഒരു വലിയ ജനക്കൂട്ടം. 41, ഈന്തപ്പനയുടെ കൈകൾ എടുത്തുകൊണ്ട് യേശുവിനെ എതിരേൽക്കാൻ പുറപ്പെട്ട തിരുനാളിന് വന്നുകൂടിയ ഒരു വലിയ ജനക്കൂട്ടം എന്താണ് വിളിച്ചു പറഞ്ഞത്? ഹോസാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവനും ഇസ്രായേലിന്റെ രാജാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. 42, ആര് വാഴ്ത്തപ്പെട്ടവൻ എന്നാണ് ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞത്? കർത്താവിന്റെ നാമത്തിൽ വരുന്നവനും ഇസ്രായേലിന്റെ രാജാവുമായവൻ. 43, ആരുടെ നാമത്തിൽ വരുന്നവനും ഇസ്രായേലിന്റെ രാജാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ എന്നാണ് ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞത്? കർത്താവിന്റെ നാമത്തിൽ. 44, യേശു എന്തിനെ കണ്ട് അതിന്റെ പുറത്തു കയറിയിരുന്നു? ഒരു കഴുതക്കുട്ടിയെ. 45, ആരാണ് ഒരു കഴുതക്കുട്ടിയുടെ പുറത്തു കയറിയിരുന്നത്? യേശു. 46, എന്ത് എഴുതപ്പെട്ടിരിക്കുന്നു എന്നാണ് യോഹന്നാൻ 12:15 പറയുന്നത്? സിയോൻ പുത്രി ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളുന്നു. 47, സിയോൻ പുത്രി ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളുന്നു എന്ന് എഴുതിയിരിക്കുന്ന പഴയ നിയമ ഭാഗം സഖറിയ 9:9. 48, എന്തുകൊണ്ടാണ് സിയോൻ പുത്രി ഭയപ്പെടേണ്ട എന്ന് പറയുന്നത്? ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളുന്നു. 49,
ആര് കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളുന്നു എന്നാണ് സിയോൻ പുത്രിയോട് പറയുന്നത്? നിന്റെ രാജാവ്. 50 ആർക്ക് ആദ്യം ഇത് മനസ്സിലായില്ല? അവന്റെ ശിഷ്യന്മാർക്ക്, അതായത് യേശുവിന്റെ ശിഷ്യന്മാർക്ക്. 51 അവന്റെ ശിഷ്യന്മാർക്ക് ആദ്യം ഇത് മനസ്സിലായില്ല. എന്നാൽ എപ്പോഴാണ് അവനെപ്പറ്റി ഇക്കാര്യങ്ങൾ എഴുതപ്പെട്ടിരുന്നുവെന്നും അവന് വേണ്ടി ഇവയെല്ലാം ചെയ്തുവെന്നും അവർ അനുസ്മരിച്ചത്? യേശു മഹത്വം പ്രാപിച്ചപ്പോൾ. 52 യേശു മഹത്വം പ്രാപിച്ചപ്പോൾ അവന്റെ ശിഷ്യന്മാർ എന്താണ് അനുസ്മരിച്ചത്? അവനെപ്പറ്റി ഇക്കാര്യങ്ങൾ എഴുതപ്പെട്ടിരുന്നുവെന്നും അവന് വേണ്ടി ഇവയെല്ലാം ചെയ്തുവെന്നും. 53 ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അവസരത്തിൽ അവനോടൊപ്പമുണ്ടായിരുന്ന ജനക്കൂട്ടം എന്താണ് ചെയ്തത്? അവന് സാക്ഷ്യം നൽകിയിരുന്നു. 54 ആരാണ് അവന്, യേശുവിന് സാക്ഷ്യം നൽകിയിരുന്നത്? ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അവസരത്തിൽ അവനോടൊപ്പമുണ്ടായിരുന്ന ജനക്കൂട്ടം. 55 എന്തുകൊണ്ടുകൂടിയാണ് ജനക്കൂട്ടം അവനെ സ്വീകരിക്കാൻ വന്നത്? അവൻ ഈ അടയാളം പ്രവർത്തിച്ചെന്നു കേട്ട്. അതായത് ലാസറിനെ ഉയർപ്പിച്ചു എന്ന അടയാളമാണ് ഇവിടെ പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ മറ്റൊരു പ്രത്യേകത, അത്ഭുതങ്ങൾ എന്നല്ല പറയുന്നത്, യേശു പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളെയെല്ലാം അടയാളങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 56 അവൻ ഈ അടയാളം പ്രവർത്തിച്ചെന്ന് കേട്ടതുകൊണ്ട് ജനക്കൂട്ടം എന്താണ് ചെയ്തത്? അവനെ സ്വീകരിക്കുവാൻ വന്നു. 57 ഫരിസേയർ എന്താണ് പരസ്പരം പറഞ്ഞത്? നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് കാണുന്നില്ലേ? 58 നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് കാണുന്നില്ലേ എന്ന് പരസ്പരം പറഞ്ഞതാര്? ഫരിസേയർ. 59 നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് കാണുന്നില്ലേ എന്ന് പരസ്പരം പറഞ്ഞ ശേഷം ഫരിസേയർ എന്താണ് പറഞ്ഞത്? നോക്കൂ, ലോകം അവന്റെ പിന്നാലെ പോയി കഴിഞ്ഞു. 60 നോക്കൂ, ലോകം അവന്റെ പിന്നാലെ പോയി കഴിഞ്ഞു. ഇത് ആരുടെ വാക്കുകൾ? ഫരിസേയരുടെ. 61 യോഹന്നാൻ അധ്യായം 12 മൂന്നാമത്തെ തലക്കെട്ട്, ഗ്രീക്കുകാർ യേശുവിനെ തേടുന്നു. 62 തിരുനാളിൽ ആരാധിക്കാൻ വന്നവരിൽ ആരും ഉണ്ടായിരുന്നു? ഏതാനും ഗ്രീക്കുകാരും. 63 എവിടെയാണ് ഏതാനും ഗ്രീക്കുകാരും ഉണ്ടായിരുന്നത്? തിരുനാളിൽ ആരാധിക്കാൻ വന്നവരിൽ. 64 ഫിലിപ്പോസ് എവിടെ നിന്നുള്ളവനായിരുന്നു? ഗലീലിയിലെ ബെത്സയിദായിൽ നിന്ന്. 65 ഗലീലിയിലെ ബെത്സയിദായിൽ നിന്നുള്ളവൻ ആര്? ഫിലിപ്പോസ്. 66 ഗലീലിയിലെ ബെത്സയിദായിൽ നിന്നുള്ള ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞതാര്? തിരുനാളിൽ ആരാധിക്കാൻ വന്ന ഏതാനും ഗ്രീക്കുകാർ. 67 തിരുനാളിൽ ആരാധിക്കാൻ വന്ന ഏതാനും ഗ്രീക്കുകാർ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് എന്താണ് പറഞ്ഞത്? ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. 68 തിരുനാളിൽ ആരാധിക്കാൻ വന്ന ഏതാനും ഗ്രീക്കുകാർ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ അക്കാര്യം ആരോട് പറഞ്ഞു? അന്ത്രയോസിനോട്. 69 തിരുനാളിൽ ആരാധിക്കാൻ വന്ന ഏതാനും ഗ്രീക്കുകാർ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അക്കാര്യം യേശുവിനെ അറിയിച്ചത് ആരെല്ലാം? ഫിലിപ്പോസും അന്ത്രയോസും. 70 ഫിലിപ്പോസും അന്ത്രയോസും ചേർന്ന് യേശുവിനെ അറിയിച്ചത് എന്ത്? തിരുനാളിൽ ആരാധിക്കാൻ വന്ന ഏതാനും ഗ്രീക്കുകാർ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന്. 71 തിരുനാളിൽ ആരാധിക്കാൻ വന്ന ഏതാനും ഗ്രീക്കുകാർ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് ഫിലിപ്പോസും അന്ത്രയോസും ചേർന്ന് യേശുവിനെ അറിയിച്ചപ്പോൾ യേശു എന്താണ് പറഞ്ഞത്? മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു. 72 സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് നിലത്തു വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും. ഗോതമ്പുമണി. 73 ഗോതമ്പുമണി അതേപടി ഇരിക്കുന്ന സാഹചര്യം എന്താണ് എന്നാണ് യേശു പറയുന്നത്? നിലത്തു വീണ് അഴിയുന്നില്ലെങ്കിൽ. 74 ഗോതമ്പുമണി നിലത്തു വീണ് അഴിയുന്നെങ്കിൽ എന്തു സംഭവിക്കും? അത് വളരെ ഫലം പുറപ്പെടുവിക്കും. 75 ഗോതമ്പുമണി വളരെ ഫലം പുറപ്പെടുവിക്കുന്ന സാഹചര്യം എന്താണ് എന്നാണ് യേശു പറയുന്നത്? ഗോതമ്പുമണി നിലത്തു വീണ് അഴിയുന്നെങ്കിൽ.
76 തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ എന്തു ചെയ്യും എന്നാണ് യേശു പറയുന്നത്? അത് നഷ്ടപ്പെടുത്തും. 77 ആരാണ് തന്റെ ജീവനെ നഷ്ടപ്പെടുത്തുന്നത്? തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ. 78 ആരാണ് നിത്യജീവനിലേക്ക് തന്റെ ജീവനെ കാത്തു സൂക്ഷിക്കുന്നത്? ഈ ലോകത്തിൽ തന്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ. 79 ഈ ലോകത്തിൽ തന്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ എന്തു ചെയ്യും എന്നാണ് യേശു പറയുന്നത്? നിത്യജീവനിലേക്ക് തന്റെ ജീവനെ കാത്തു സൂക്ഷിക്കും. 80 എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്തു ചെയ്യട്ടെ എന്നാണ് യേശു പറഞ്ഞത്? എന്നെ അനുഗമിക്കട്ടെ. 81 ആര് എന്നെ അനുഗമിക്കട്ടെ എന്നാണ് യേശു പറഞ്ഞത്? എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ. എന്റെ ശുശ്രൂഷകൻ എവിടെയായിരിക്കും എന്നാണ് യേശു പറഞ്ഞത്? ഞാൻ ആയിരിക്കുന്നിടത്ത്. 83 ഞാൻ ആയിരിക്കുന്നിടത്ത് ആരും ആയിരിക്കും എന്നാണ് യേശു പറഞ്ഞത്? എന്റെ ശുശ്രൂഷകൻ. 84 എന്നെ ശുശ്രൂഷിക്കുന്നവനെ ആര് ബഹുമാനിക്കും എന്നാണ് യേശു പറയുന്നത്? പിതാവ്. 85 പിതാവ് ബഹുമാനിക്കുന്നത് ആര് എന്നാണ് യേശു പറയുന്നത്? എന്നെ ശുശ്രൂഷിക്കുന്നവനെ. ഇങ്ങനെ 85 ചോദ്യങ്ങളാണ് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. രണ്ടാം ഭാഗം നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ പഠന സഹായിയുടെ കാര്യം ആദ്യം തന്നെ പറഞ്ഞിരുന്നു. വളരെ സമഗ്രമായിട്ടാണ് നമ്മുടെ പഠന സഹായി തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് 10-ലധികം പബ്ലിക്കേഷൻസിന്റെ ലോഗോസ് ക്വിസ് 2026 പഠന സഹായി മാർക്കറ്റിൽ ലഭ്യമാണ്. 70 രൂപയ്ക്കും 180 രൂപയ്ക്കും ഇടയിലാണ് എല്ലാ പഠന സഹായികളും നിങ്ങൾക്ക് ലഭിക്കുക. എന്നാൽ നമ്മുടെ പഠന സഹായി 250 രൂപയാണ് വില. അതിന്റെ പ്രിന്റിംഗ് കോസ്റ്റ് തന്നെ നമുക്ക് ഏകദേശം 125 രൂപയോളം ആയിട്ടുണ്ട്. ഓരോ വാക്യത്തിൽ നിന്നും 2, 3, 4 ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഏത് ആംഗിളിൽ POCയിൽ നിന്ന് ചോദ്യമുണ്ടായാലും നമുക്ക് ഉത്തരം എഴുതാൻ കഴിയുന്ന തരത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ ഇടവകകളിൽ ലോഗോസ് പഠിക്കുന്ന കുറച്ചാളുകൾ ഒന്നിച്ചു ചേർന്ന് വാങ്ങുകയാണെങ്കിൽ പുസ്തകം വില കുറച്ച് പോസ്റ്റൽ ചാർജ് ഇല്ലാതെ തന്നെ അയച്ചു തരുന്നതായിരിക്കും. പരമാവധി ആളുകൾക്ക് ഈ ഒരു മെസ്സേജ് എത്തിക്കാൻ നിങ്ങൾ പരിശ്രമിക്കുക. നിങ്ങളുടെ ഇടവകകളിൽ തന്നെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എന്നാൽ പഠിക്കാൻ താല്പര്യമുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു പുസ്തകം വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് വലിയൊരു സുവിശേഷ പ്രഘോഷണത്തിന്റെ ഭാഗമാണ്. എല്ലാവരും നന്നായി വചനം പഠിക്കുക. പരമാവധി ആളുകൾക്ക് വചനം പഠിക്കാൻ ഒരു പ്രേരണ നൽകാൻ നമുക്ക് കഴിയണം. അതിന് എല്ലാവർക്കും കഴിയട്ടെ. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.